ക്യാമ്പിൽ അത്തരമൊരു വ്യക്തിപരമായ നിലയിലുള്ള വിമർശനങ്ങളൊന്നും ആ ക്യാമ്പിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ വിലയിരുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു നേതൃമാറ്റം ഇപ്പോൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആ വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോഴാവശ്യം കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രസ്താവനകൾ കാണുമ്പോൾ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. അത് ശരിയാണോ എന്ന് ഗവൺമെന്റ് ചിന്തിക്കണം. ആരോഗ്യമന്ത്രി കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുകയാണ്. 800 ഏക്കർ സ്ഥലം ഒരു മെഡിക്കൽ കോളേജിന് എന്തിനാണ്? ഇന്നലെ അവർ ബഹുമാന്യായ ആരോഗ്യമന്ത്രി 800 ഏക്കർ സ്ഥലം എടുത്തിരിക്കും. ആകെ 27 ഏക്കർ സ്ഥലമാണ് ഇതിനുള്ളത്. ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ആകെ 25 ഏക്കർ സ്ഥലം മതി. 27 ഏക്കർ സ്ഥലമാണ് എടുക്കാനായിട്ട് ഗവൺമെന്റ്. കളക്ടറാണ് എടുക്കുന്നത്, ഞാനല്ല എടുക്കുന്നത്. കളക്ടർ എടുക്കുമ്പോൾ 15 ഏക്കർ എടുത്തു. ബാക്കിയുള്ളതിന് എടുക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു കൺസൾട്ടൻസി കരാർ കൊടുത്തതിനകത്ത് എനിക്കെന്ത് കാര്യം? അല്ല, മദ്യനയം തിരിച്ചറിയുക എന്നുള്ളതല്ല, മദ്യനയത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, അതിന് ശരിയായ നിലയിൽ പ്രചരണം കൊടുക്കാനും അതിന്റെ ഗുണങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നമായിട്ടുള്ളത്. അത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിലയിരുത്തലിലുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നേതൃത്വത്തിനും അണികൾക്കും ഒക്കെ പാളിച്ചുള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പം അതെല്ലാം ഞങ്ങൾ പരിശോധിക്കും.